ഹായ്. ഓമയ്ക്കയും കപ്പയും പപ്പരയ്ക്ക, പപ്പായ പല പേരുണ്ടല്ലോ. ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാനൊരു പുഴുക്ക് വെക്കാൻ പോവാം. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇത് ഓമയ്ക്ക എൻ്റെ ഫ്രണ്ട് അമ്പിളി എനിക്ക് തന്ന ഓമയ്ക്ക ഇവിടത്തേക്ക് തീരെ ചെറുതായിപ്പം. അപ്പം ഇതും കൂടെ ചേർത്ത് ഞാനൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. നമ്മൾ കപ്പയും ഓമയ്ക്കായും അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടങ്ങ് വേവിക്കാം. രണ്ടും കൂടി ഒരുമിച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാം. കപ്പ അരിഞ്ഞതിനേക്കാളും ഒരിത്തിരിയുടെ വലുപ്പത്തിലാണ് ഓമയ്ക്ക അരിഞ്ഞേക്കുന്നത്. കാരണം അത് ചിലപ്പോൾ വെന്ത് കുഴഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചു. കുക്കറിലല്ലേ ഇടുന്നത്. കപ്പയുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. കണ്ടിട്ട് നല്ല കപ്പയായിരുന്നു. ഏതായാലും കപ്പ ഞാൻ ഇച്ചിരി ചെറുതായിട്ടാണ് അരിഞ്ഞത്. ഉപ്പ് ഇടാം. ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി, നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടും. വെള്ളം കപ്പയും കൂടെ വേവേണ്ടതുകൊണ്ട് ഏകദേശം നിരപ്പിന് വെള്ളം ഒഴിക്കണം. ഇത്രയും വെള്ളം ഒഴിച്ചു. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടെ. ഒരു 2 വിസിൽ കഴിഞ്ഞ് നമുക്കിത് ഒരു ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒരു വിസിൽ, അത് കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഇതിൽ വെച്ചുകൊണ്ട് രണ്ടാമത്തെ ഒരു വിസിലൂടെ, അത് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം. തേങ്ങയ്ക്കകത്ത് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, ഒരു എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് സാധാരണ പുഴുക്കിന് ഉള്ള പരുവത്തിൽ നമുക്കിത് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ ഓമയ്ക്കയും കപ്പയും വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേണ്ട തേങ്ങ അരച്ചത് അങ്ങോട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നമുക്കതൊന്ന് ചൂടാവണം. ഇനി നമുക്ക് എക്സ്ട്രാ ചേർക്കാനുള്ളത് ഒരല്പം പിഴുപുളി പിഴിഞ്ഞതാണ് ഒരല്പം ഇതിലേക്ക് ഒഴിക്കണം. അത് ഓമയ്ക്ക ചേർത്തായതുകൊണ്ടാണ് നമ്മൾ ഈ പുളിയും കൂടെ ചേർക്കുന്നത്. ഒരുപാട് പുളിയൊന്നും ചേർക്കണ്ട. ശകലം ആ പുളിയുടെ ഒരു മയം, ഒരു ചെറിയ കഷ്ണം എടുത്ത് ഞാൻ പിഴിഞ്ഞ് ആ വെള്ളം ചേർത്തു. അത്രേ ഉള്ളൂ. ഇത് ഇച്ചിരി ഒന്ന് വറ്റിക്കോട്ടെ. നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ടു, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകും. അപ്പം ഇത് ഓമയ്ക്കകത്ത് കൂടെ വെള്ളമാണ് നമുക്ക്, പക്ഷെ അത്രയും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കപ്പയ്ക്ക് പണി കിട്ടും. അത് കാരണം കപ്പയുടെ കാര്യം നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കൽ റിസ്ക് എടുത്തതാണ്.
അടുക്കി പിടിച്ചു. അത് കാരണം ഞാൻ ഇച്ചിരി വെള്ളം ഇട്ടു. അത് വറ്റിച്ചാൽ മതി. ഇച്ചിരി വറ്റിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇനി ഇത് കുറുകി വരും. അന്നേരം നല്ല പുഴുക്ക് പോലെ തന്നെ ഇരിക്കും. പക്ഷെ എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഞാൻ മത്തിക്കറി വെക്കുന്നുണ്ട്. സൂപ്പർ. ഞങ്ങളുടെ പുഴുക്ക് നാട്ടിപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി സ്റ്റൈലായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് പുഴുക്കാണ് കഴിക്കുന്നത്. ഓമയ്ക്ക കൈ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കപ്പ നല്ലത് നോക്കി. ഞങ്ങളുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ തന്നെയല്ല, നമ്മുടെ ഓമയ്ക്കായുടെ ഗുണം അതൊന്ന് വേറെ അല്ലേ. ഇച്ചിരി ആവി വരുന്നതുകൊണ്ടാണ് ഇച്ചിരി ഒരു വെളിച്ചം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു തരണേ. താങ്ക് യു.